ഇപ്പോൾ എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അതിലേക്ക് പോകും. വിഭാഗങ്ങളെല്ലാം ചേർന്ന് എല്ലാം ഉള്ളതാണ് നാട്ടിൽ. അവരെല്ലാം ചേർന്ന് ഐക്യത്തോടെ മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും നന്നാകുക. വർഗീയതയ്ക്കെതിരായും രാജ്യം അഭിമുഖീകരിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ശ്രമത്തിൽ ഇവരുടെയെല്ലാം ഐക്യം എങ്ങനെയാണ് രൂപം കൊണ്ടുവന്ന് വരുന്നത് എന്ന കാര്യം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാനാവുള്ളൂ. പ്രാഥമികമായിട്ട് വിശകലനം ചെയ്താൽ എല്ലാ സാമുദായിക വിഭാഗങ്ങളും മതവിഭാഗങ്ങളും എല്ലാം ഐക്യപ്പെട്ട് സാഹോദര്യത്തോടെ മുന്നോട്ടേക്ക് പോവുകയാണ് വേണ്ടത്. സംഘർഷാത്മകമായ ഒരു സാഹചര്യമല്ല ഉണ്ടാവേണ്ടത് എന്ന് തന്നെയാണ് CPIM കാണുന്നത്. വ്യക്തിപരമല്ല ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ ഉറപ്പിച്ച് പറയുന്നത് നസ്രാണി വരെയുള്ള ഒരു ഐക്യമെന്നാണ്. പക്ഷെ ആ ഇതിൽ മുസ്ലിങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിലുള്ള ഐക്യം ശരിയാണോ? ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാം എങ്ങനെയൊക്കെയാണ് രൂപപ്പെട്ട് വരിക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. അത് സ്വാഭാവികമായിട്ടും വരട്ടെ. പക്ഷേ ഐക്യം ഉണ്ടാകുന്നത് നല്ലതാണെന്നാണ് ഞാൻ പൊതുവെ പറഞ്ഞത്. പക്ഷേ ഈ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം തുടരും. അങ്ങനെ ആ പോരാട്ടത്തിൽ മരിച്ചു വീണാൽ വീരാളിപ്പട്ട പുതച്ച് കിടക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ചേർന്നുകൊണ്ടാണല്ലോ ഈ വീരാളിപ്പട്ട് ഉറക്കേണ്ടത്. അതിന് ഇതുവരെ ഉറച്ചു ഒരു ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ. RSSകാരൻ്റെ മുമ്പിൽ പോയിട്ട് വഴങ്ങി എന്നുള്ളതിനും മറുപടി പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് മുമ്പോട്ടേക്ക് പോകുന്നതിനെ അത് ഇനിയും തുടരും എന്നാണ് പറയുന്നത്. പിന്നെ എന്ത് വർഗീയതക്കെതിരായ പോരാട്ടം? വർഗീയതയുടെ ഒപ്പമാണ്. അത് RSS ആയാലും BJP ആയാലും അതുപോലെ തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ആയാലും SDP ആയാലും അതിൻ്റെ എല്ലാം ഒപ്പം ചേർന്ന് നിൽക്കുകയാണ്. എന്നിട്ട് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. AK ബാലൻ്റെ പ്രതികരണത്തിന് ഞാനിവിടെ പറയാൻ പോകുന്നു. ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ പാർട്ടി നിലപാട്. അതായത് ജമാഅത്തെ ഇസ്ലാമിയെ UDF കൂട്ടിക്കൊണ്ടുപോവുക. കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ ഒരു വിവാദ പരാമർശം നടത്തി. അതായത് മലപ്പുറത്തെയും കാസർഗോഡെയും അത് അങ്ങനെ പറയാൻ പാടുണ്ടോ? അവരുടെ പേര് നോക്കി വിലയിരുത്താന്നുള്ളത്. PD സതീശന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. SNDP NSS ഐക്യം വ്യക്തിപരമായി കാണുന്നില്ല എന്നായിരുന്നു M.V. ഗോവിന്ദന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം. ഇനി കൂടുതൽ പ്രതികരണങ്ങളിലേക്കൊന്നും അദ്ദേഹം കടക്കാൻ തയ്യാറായില്ല. ഇത്രയും മതി എന്നായിരുന്നു മാധ്യമങ്ങളോടുള്ള പ്രതികരണം അദ്ദേഹത്തിൻ്റെ. എങ്ങനെ വരുമെന്നറിയില്ല എന്നൊക്കെയുള്ള പ്രതികരണങ്ങളായിരുന്നു M.V. ഗോവിന്ദൻ മാധ്യമങ്ങളോട് അറിയിച്ചതിപ്പോൾ. മറ്റ് കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു VD സതീശൻ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുന്നത്. വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം തുടരും, ഇനി തോൽക്കേണ്ടി വന്നാൽ വീരാളിപ്പട്ട് പുതച്ച് കിടക്കുമെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണമുണ്ടായിരുന്നത്. അതിൽ പ്രതികരിക്കുകയായിരുന്നു M.V. ഗോവിന്ദൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.